ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിലുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് മരിച്ചവരുടെ എണ്ണം 18ആയി. പ്രയാഗ്രാജിലേക്ക് പോകാൻ യാത്രക്കാർ കൂട്ടത്തോടെ എത്തിയതാണ് അപകട കാരണമെന്നാണ് നിഗമനം. സംഭവത്തിൽ റെയിൽവേ ഉന്നതതല അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. വിവരങ്ങളുമായി അർജുൻ പീതാംബരൻ ചേരുന്നുണ്ട്. അർജുൻ, എങ്ങനെയാണ് ഈ തിക്കും തിരക്കും ഉണ്ടാകുന്നത്? ഇപ്പോൾ എത്ര പേരാണ് മരണപ്പെട്ടിട്ടുള്ളത്? പരിക്കേറ്റവരുടെ അവസ്ഥ എന്താണ്? ജയലക്ഷ്മി, അർജുൻ കേൾക്കാമോ? രണ്ട് ആശുപത്രികളിലാണ് ഈ പരിക്കേറ്റ 40-ലധികം ആളുകൾ ഇപ്പോൾ ചികിത്സയിലുള്ളതും ഒപ്പം തന്നെ 18 പേരുടെ മരണം സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഈ മരിച്ചവരുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നിൽക്കുന്നത് ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിലെ 14-ാം നമ്പർ പ്ലാറ്റ്ഫോമിലാണ്. ഈ 14-ാം നമ്പർ പ്ലാറ്റ്ഫോമിലാണ് ഇന്നലെ രാത്രി 9 മണിയോടുകൂടി ഈ അപകടം ഉണ്ടായത്. ഇവിടെ ഈ 14-ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് 9 മണിയോടുകൂടിയാണ് പ്രയാഗ്രാജ് എക്സ്പ്രസ് വരുന്നത്. അതിനു മുൻപായിട്ട് രണ്ട് ട്രെയിനുകൾ, ഈ രണ്ട് ട്രെയിനുകൾ എന്ന് പറയുന്നത് ഒന്ന് സ്വതന്ത്രത സേനാനി എക്സ്പ്രസ് ആണ്, രണ്ടാമത്തേത് ഭുവനേശ്വർ രാജധാനി എക്സ്പ്രസ്. ഈ രണ്ട് ട്രെയിനുകളും പ്രയാഗ്രാജ് വഴി പോകുന്ന ട്രെയിനുകളായിരുന്നു. അതായത് കുംഭമേള നടക്കുന്ന പ്രയാഗ്രാജ് വഴി പോകുന്ന ട്രെയിനുകൾ. ആ രണ്ട് ട്രെയിനുകളും നിശ്ചിത സമയത്തേക്കാൾ ഒരുപാട് വൈകി ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനുകളായിരുന്നു. ആ ട്രെയിനുകൾ വരേണ്ടിയിരുന്നത് എനിക്ക് തൊട്ട് മറുവശത്തുള്ള 13, 12 പ്ലാറ്റ്ഫോമുകളിലാണ്. ഈ 13, 12 പ്ലാറ്റ്ഫോമുകളിലും കുംഭമേളയ്ക്ക് പോകാൻ വേണ്ടി, പ്രയാഗ്രാജിലേക്ക് പോകാൻ വേണ്ടി ഒരുപാട് തീർത്ഥാടകർ നിലയുറപ്പിച്ചിരുന്നു. തൊട്ടപ്പുറത്ത് എനിക്കുള്ളത് 15-ാം നമ്പർ പ്ലാറ്റ്ഫോമിലാണ്. അവിടെയും ഒരുപാട് യാത്രക്കാർ നിന്നിരുന്നു. ഈ രണ്ട് ട്രെയിനുകൾ വൈകി ഓടുന്നു. പിന്നാലെ പ്രയാഗ്രാജ് എക്സ്പ്രസ്, അത് പ്രത്യേകമായിട്ട് പ്രയാഗ്രാജിലേക്ക് കുംഭമേളയ്ക്ക് പോകുന്ന തീർത്ഥാടകർക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് അനൗൺസ് ചെയ്തൊരു ട്രെയിനായിരുന്നു. അത് വരാൻ പോകുന്നു. പെട്ടെന്ന് 16-ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് വരേണ്ട ട്രെയിൻ ഇവിടെ 14-ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് വരുമെന്നുള്ളൊരു അനൗൺസ്മെൻ്റ് ഉണ്ടായി. അങ്ങനെ പ്രയാഗ്രാജിലേക്ക് തന്നെ പോകേണ്ട 12-ാമത്തെയും 13-ാമത്തെയും 15-ാമത്തെയും 16-ാമത്തെയും പ്ലാറ്റ്ഫോമിലുണ്ടായിരുന്ന ആളുകൾ കൂട്ടത്തോടെ ഞാനിപ്പോൾ നിൽക്കുന്ന 14-ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് എത്തുകയായിരുന്നു. അങ്ങനെ വലിയ തിക്കും തിരക്കും ഉണ്ടായി. ഈ പലരും ട്രെയിനിലേക്ക് കയറാൻ ശ്രമിക്കുന്നതിനിടെ കുഴഞ്ഞു വീഴുകയായിരുന്നു, ശ്വാസമുട്ടലുണ്ടായി. ഈ ഗോവണികളെല്ലാം തന്നെ കാണാം. എനിക്ക് പുറകിലായിട്ടും മുൻവശത്തുമായിട്ടും നിരവധി ഗോവണികളുണ്ട്. ഈ ഗോവണി വഴി ഇറങ്ങി വരുമ്പോൾ പലരും ഉരുണ്ട് വീണ ആളുകളുടെ മുകളിലൂടെ മറ്റ് ആളുകൾ ചവിട്ടി കയറിയിട്ടാണ് ഇത്ര വലിയൊരു ദുരന്തം ഇവിടെ സംഭവിച്ചത് എന്നുള്ളതാണ് നിലവിൽ കരുതപ്പെടുന്നത്. അല്ലെങ്കിൽ അതാണ് നിലവിൽ ഉള്ളൊരു നിഗമനം. അത് 18 പേരുടെ ജീവൻ എടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോയി എന്നുള്ളതാണ്. ഇന്നലെ രാത്രി 8 മണിക്ക് ശേഷം, 8 മണിക്കും 10 മണിക്കും ഇടയിൽ ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ വിറ്റുപോയത് 1500 ജനറൽ ടിക്കറ്റുകൾ, അതായത് റിസർവ്ഡ് സ്ലീപ്പർ ടിക്കറ്റുകൾക്ക് മുകളിലായിട്ട് ജനറൽ ടിക്കറ്റുകളും 1500 എണ്ണം വിറ്റുപോയിരുന്നു. അത് പതിവിലും എത്രയോ മുകളിലാണ്. സാധാരണ രീതിയിൽ ഇങ്ങനെ ഒരു തിരക്ക് ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ കണ്ടിട്ടില്ല എന്നുള്ളതാണ് അധികാരികൾ, പോലീസ് ഉദ്യോഗസ്ഥർ അടക്കമുള്ളവർ പറയുന്നത്. വളരെ വലിയൊരു റെയിൽവേ സ്റ്റേഷനാണ്. 16 പ്ലാറ്റ്ഫോമുകളുണ്ട്. അതിൽ ആദ്യത്തെ 12 പ്ലാറ്റ്ഫോമുകൾ വരുന്നത് ഒരു ഭാഗത്തും ബാക്കിയെല്ലാം പുറകിലായിട്ടാണ് വരുന്നത്. ഈ പുറകിലുള്ള ഭാഗത്തേക്കാണ് വാരാണസി, പ്രയാഗ്രാജ് പോലെയുള്ള പ്രദേശങ്ങളിലേക്കും ബീഹാറിലേക്കും ഒക്കെ പോകുന്ന ട്രെയിനുകൾ പ്രധാനമായിട്ടും വരിക. അവിടെ അത്തരത്തിലുള്ള ആളുകൾ ഒരുപാടുണ്ടായിരുന്നു. മാത്രമല്ല, ഈ അപകടത്തിൽ മരണപ്പെട്ട 18 പേരും ബീഹാർ സ്വദേശികളും അതുപോലെ ഡൽഹി സ്വദേശികളുമാണ്. അവർ പലരും കുംഭമേളയ്ക്ക് പോകാൻ വേണ്ടി, ഈ പ്രയാഗ്രാജിലേക്ക് പോകാൻ പുറപ്പെട്ട് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയവരാണ് എന്നുള്ളതാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. അവരെ എല്ലാവരെയും ഇപ്പോൾ 2 ആശുപത്രികളായിട്ട്, അതായത് 15 മൃതശരീരങ്ങൾ ITOയിലുള്ള LNJP ആശുപത്രിയിലുണ്ട്. ബാക്കി 3 മൃതദേഹങ്ങളാണ് ലേഡി ഹാർഡിംഗ് ആശുപത്രിയിലുള്ളത്. ഇവരുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. അർജുൻ, ഈ തിക്കിലും തിരക്കിലും പെട്ടവരിൽ കുട്ടികൾ ഉൾപ്പെടുന്നുണ്ടോ? സ്ത്രീകളുടെയും കുട്ടികളുടെയും ഒരു കണക്ക് എങ്ങനെയാണ്? കുട്ടികളുണ്ട്, 3 കുട്ടികളുണ്ട് എന്നുള്ളതാണ് നിലവിൽ ഔദ്യോഗികമായി സ്ഥിരീകരിച്ച വിവരം. മാത്രമല്ല, 11-ലധികം സ്ത്രീകളും ഏകദേശം 3-ഓ 4-ഓ പുരുഷന്മാരുമാണുള്ളത്. കൂടുതലും സ്ത്രീകൾ തന്നെയാണ്. ബാക്കി 3 കുട്ടികളുണ്ട് എന്നുള്ളതാണ് നിലവിൽ ഔദ്യോഗികമായി സ്ഥിരീകരിക്കപ്പെട്ടത്. ഈ ട്രാക്കുകളിലെല്ലാം തന്നെ പലരുടെയും സാധന സാമഗ്രികൾ, അതായത് ചെറിയ ചെരുപ്പുകൾ, ഷൂകൾ, തിരിച്ചറിയൽ കാർഡുകൾ, വെള്ളത്തിൻ്റെ കുപ്പികൾ,
കിറ്റുകൾ, അതായത് ഇവർ യാത്ര ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്ന സാധനങ്ങൾ പലതും ഇങ്ങനെ നിരന്ന് കിടക്കുന്നുണ്ടായിരുന്നു. അതെല്ലാം 1 മണിക്കൂർ കൊണ്ടാണ് ഇവിടെ നിന്നും എല്ലാം എടുത്തു മാറ്റിയത്. ഞാൻ ഇങ്ങോട്ട് എത്തുന്ന ഏകദേശം 2 മണിയോട് അടുപ്പിച്ചായിരുന്നു. അപ്പോഴെല്ലാം തന്നെ ഈ ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. എല്ലാം തന്നെ വളരെ പെട്ടെന്ന് ഇവിടെ നിന്നും എടുത്തു മാറ്റാൻ റെയിൽവേ അധികൃതർക്ക് സാധിച്ചു. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് തികഞ്ഞ അനാസ്ഥയാണ്. തിരക്കിലും പെട്ട് മരിച്ചവരുടെ എണ്ണം 18 വലിയൊരു ദുരന്തം തന്നെയാണ് ഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ ഉണ്ടായിരിക്കുന്നത്. യാത്രക്കാർ കൂട്ടത്തോടെ എത്തിയതാണ് ഈ ഒരു അപകടത്തിന് കാരണമായിട്ടുള്ളത്.